യുഎസും ഇറാനും തമ്മിലുള്ള സമാധാന പ്രതീക്ഷകൾക്ക് വലിയ തിരിച്ചടിയാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ നൽകിയിരിക്കുന്നത്. ലോകം മുഴുവൻ ശ്രദ്ധയോടെ കാത്തിരുന്ന ചർച്ചകൾ യാതൊരു ഫലവും നൽകാതെയാണ് അവസാനിച്ചത്. ഏകദേശം 21 മണിക്കൂർ നീണ്ട മാരത്തോൺ ചർച്ചകൾക്കൊടുവിൽ ഇരു വിഭാഗങ്ങളും യാതൊരു ധാരണയിലും എത്താതെ പിരിഞ്ഞത് അന്താരാഷ്ട്ര തലത്തിൽ ആശങ്ക ഉയർത്തിയിരിക്കുകയാണ്. ഈ ചർച്ചകൾക്ക് ശേഷം ഇറാന്റെ നിലപാട് പൂർണ്ണമായും മാറിയതായി വ്യക്തമാകുന്നു. ഇനി യുഎസുമായി മറ്റൊരു റൗണ്ട് ചർച്ച നടത്താൻ താൽപര്യമില്ലെന്നാണ് ഇറാൻ തുറന്നു പറഞ്ഞത്. ഇതോടെ അടുത്ത ഘട്ടത്തിൽ സമാധാന ചർച്ചകൾ നടക്കാനുള്ള സാധ്യത വളരെ കുറയുകയാണ്. ഈ നിലപാട് മിഡിൽ ഈസ്റ്റ് മേഖലയിൽ സംഘർഷ സാധ്യതകൾ വീണ്ടും ഉയർത്തുകയാണ്. ഇറാനിയൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ പ്രകാരം ഈ ചർച്ചകളെ അമേരിക്ക ഗൗരവമായി എടുത്തിട്ടില്ല എന്നാണ് ആരോപണം. ചർച്ചകൾ വിജയകരമാക്കുന്നതിന് പകരം അതിൽ നിന്ന് പിന്മാറാൻ ഒരു അവസരം കണ്ടെത്തുക മാത്രമായിരുന്നു അമേരിക്കയുടെ ലക്ഷ്യമെന്ന് അവർ പറയുന്നു. ഈ ആരോപണം ഇരു രാജ്യങ്ങൾക്കിടയിൽ അവിശ്വാസം എത്രമാത്രം ആഴത്തിൽ പോയിരിക്കുകയാണെന്ന് കാണിക്കുന്നു. ഫാർ ന്യൂസ് ഏജൻസി പുറത്തിറക്കിയ റിപ്പോർട്ടിലും ഇതേ ആരോപണമാണ് ഉന്നയിക്കുന്നത്. ചർച്ചകളിൽ മുന്നോട്ട് പോകാൻ അമേരിക്കയ്ക്ക് താല്പര്യമില്ലായിരുന്നു, മറിച്ച് പിന്നീട് ഇറാൻ കുറ്റപ്പെടുത്താൻ കഴിയുന്ന രീതിയിൽ അവസ്ഥ സൃഷ്ടിക്കുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ടിന്റെ പ്രധാന വാദം. ഈ അവകാശവാദം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. ഇതോടെ ചർച്ചകളുടെ പരാജയത്തിന് പിന്നിലെ കാരണങ്ങളെക്കുറിച്ച് വിവിധ വ്യാഖ്യാനങ്ങൾ ഉയർന്നു വരുന്നു. ഇറാൻ പറയുന്നത് അമേരിക്ക മനഃപൂർവ്വം അംഗീകരിക്കാൻ കഴിയാത്ത വ്യവസ്ഥകൾ മുന്നോട്ട് വച്ചു എന്നാണ്. ഈ വ്യവസ്ഥകൾ അംഗീകരിക്കാൻ കഴിയാത്തതിനാൽ ചർച്ചകൾ തകരുകയും പിന്നീട് അതിന് ഇറാനെ കുറ്റപ്പെടുത്താനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നും അവർ ആരോപിക്കുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഈ ആരോപണ പ്രത്യാരോപണങ്ങൾ സ്ഥിതി കൂടുതൽ സങ്കീർണമാകുകയാണ്. സമാധാന ചർച്ചകൾ മുന്നോട്ട് പോകുന്നതിന് ആവശ്യമായ വിശ്വാസം തന്നെ ഇപ്പോൾ ഇല്ലാതായിരിക്കുകയാണ്. ഇതോടെ ഭാവിയിൽ വീണ്ടും ചർച്ചകൾ തുടങ്ങാൻ പോലും ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് നിരീക്ഷകർ വിലയിരുത്തുന്നു. 21 മണിക്കൂർ നീണ്ട ഈ ചർച്ചകളിൽ പ്രധാനമായി ചർച്ച ചെയ്ത വിഷയം ഹോർമുസ് ആയിരുന്നു. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ഗതാഗത പാതകളിലൊന്നായ ഈ കടലൊടുക്ക് ഇപ്പോൾ അടച്ചിരിക്കുകയാണ്. ഇത് ആഗോള സാമ്പത്തിക രംഗത്ത് നേരിട്ട് ബാധിക്കുന്ന വിഷയമാണ്. ഈ കടലൊടുക്ക് തുറക്കുന്നതിന് അമേരിക്ക വലിയ പ്രാധാന്യം നൽകിയിരുന്നു. എന്നാൽ ഇറാൻ തങ്ങളുടെ അനുമതിയില്ലാതെ ഈ പാത തുറക്കാനാകില്ല എന്ന് വ്യക്തമാക്കി അറിയിച്ചു. ഇതാണ് ചർച്ചകൾ വലിയ തടസ്സമായത്. ഹോർമുസ് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട ധാരണയിൽ എത്താനായില്ല എന്നാണ് ചർച്ച പരാജയപ്പെടാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന്. ഇറാന്റെ നിലപാട് വളരെ വ്യക്തമാണ്. തങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നില്ല എങ്കിൽ യാതൊരു തരത്തിലുള്ള ഇളവുകളും നൽകില്ല എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. ഇത് മേഖലയിൽ സംഘർഷം കൂടുതൽ നീളാൻ കാരണമാകാം. ഹോർമുസ് അടഞ്ഞ നിലയിൽ തുടരുകയാണെങ്കിൽ ലോകത്തിലെ എണ്ണ വിപണിയിൽ വലിയ അസ്ഥിരത ഉണ്ടാകും. ഇതിനിടെ ചർച്ചകൾക്കായി എത്തിയ JD വാൻസ് ഇപ്പോൾ അമേരിക്കയിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. അദ്ദേഹം യാതൊരു ധാരണയും നേടാതെ തിരികെ പോയതാണ് റിപ്പോർട്ടുകൾ. ഈ ചർച്ചകളിൽ നിന്ന് ഒരു പോസിറ്റീവ് ഫലം പ്രതീക്ഷിച്ചിരുന്ന അമേരിക്കയ്ക്ക് ഇതൊരു തിരിച്ചടിയായി വിലയിരുത്തപ്പെടുന്നു. ചർച്ചകൾക്ക് ശേഷം ലോകത്തിന് മുന്നിൽ ഒരു വിജയം പ്രഖ്യാപിക്കുമെന്ന് അമേരിക്ക പ്രതീക്ഷിച്ചിരുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ അത്തരത്തിലൊന്നും സംഭവിച്ചില്ല. ഇതോടെ ഈ ചർച്ചകൾ പൂർണ്ണമായും പരാജയപ്പെട്ടു എന്ന് തന്നെ പറയാം. ഇറാനിയൻ മാധ്യമങ്ങൾ മറ്റൊരു പ്രധാന ആരോപണവും ഉന്നയിക്കുന്നു. ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് പിന്മാറാൻ അമേരിക്കയ്ക്ക് ഒരു കാരണം തേടുകയായിരുന്നു എന്നാണ് അവർ പറയുന്നത്. ഈ ആരോപണം ചർച്ചകളുടെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ്. ഈ സംഭവ വികാസങ്ങൾ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ സംഘർഷ സാധ്യതകൾ വീണ്ടും ഉയർത്തിയിരിക്കുകയാണ്. സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതോടെ ഇനി എന്ത് സംഭവിക്കുമെന്ന ആശങ്കയാണ് ലോകം മുഴുവൻ പങ്കുവയ്ക്കുന്നത്. ഇരു രാജ്യങ്ങളും വീണ്ടും കടുത്ത നിലപാടിലേക്ക് മടങ്ങിയാൽ അതിന്റെ ആഘാതം ആഗോളതലത്തിൽ അനുഭവപ്പെടും. പ്രത്യേകിച്ച് ഹോർമുസ് കടലൊടുക്ക് അടഞ്ഞ നിലയിൽ തുടരുന്നത് വലിയ പ്രശ്നങ്ങൾക്ക് വഴിവെക്കും. ലോകത്തിലെ എണ്ണ വിതരണത്തിൽ വലിയ പങ്ക് വഹിക്കുന്ന ഈ പാത അടഞ്ഞുകിടക്കുന്നത് ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരാൻ കാരണമാകും. ഇത് ലോക സാമ്പത്തിക രംഗത്ത് ബാധിക്കുകയും വിവിധ രാജ്യങ്ങളുടെ സാമ്പത്തിക വളർച്ചയെ മന്ദഗതിയിലാക്കുകയും ചെയ്യും. ഇന്ത്യ പോലുള്ള എണ്ണ ഇറക്കുമതി രാജ്യങ്ങൾക്ക് ഇത് കൂടുതൽ ബാധകമാണ്. എണ്ണവില കൂടുന്നതോടെ ഇറക്കുമതി ചെലവ് വർദ്ധിക്കും. ഇത് പണപ്പെരുപ്പ് ഉയർത്തുകയും സാധാരണ ജനങ്ങളുടെ ജീവിത ചെലവ് കൂടുകയും ചെയ്യും. വ്യവസായ മേഖലയിലും ഇതിന്റെ പ്രതിഫലനം കാണാം. ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ സമാധാന ചർച്ചകൾക്ക് വീണ്ടും തുടക്കമിടുന്നത് ഏറെ പ്രാധാന്യമർഹിക്കുന്നതാണ്. എന്നാൽ നിലവിലെ അവസ്ഥയിൽ അത് എളുപ്പമാകുന്നില്ല എന്ന് തന്നെ തോന്നുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിശ്വാസം കുറഞ്ഞിരിക്കുകയാണ്. അടുത്ത ദിവസങ്ങളിൽ എന്ത് സംഭവിക്കുമെന്നത് ഇപ്പോഴും അനിശ്ചിതത്വമാണ്. ചർച്ചകൾ വീണ്ടും ആരംഭിക്കുമോ എന്നത് ലോകം മുഴുവൻ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.